ഷാനവാസ് അനിമോളോട് പറയുകയാണ്, ആദിലെ ഓർത്തിട്ട് എനിക്ക് പുച്ഛം തോന്നുന്നു, എനിക്ക് നാണക്കേട് തോന്നുന്നു. കാരണം ഇന്നലെ എല്ലാം പറഞ്ഞ് പ്രശ്നങ്ങൾ തീർത്തതാണ്. എന്നിട്ട് അവൾ ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അവൾ പറഞ്ഞത് കേട്ടു. ഇന്നലെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്തതാണ്. എന്നിട്ട് അവൾ ഇന്ന് രാവിലെ വെറും പുച്ഛിക്കുന്ന രീതിയിൽ മാത്രമല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തരം താഴ്ത്തി കളയല്ലായിരുന്നു നിന്നെ അവൾ ചെയ്തത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ വെച്ചുള്ളത് ഇവിടെ തന്നെ തീർക്കണമെന്ന് പറഞ്ഞതാണ്. ഗെയിമിൻ്റേതായ രീതിയിൽ എടുക്കണമെന്ന് പറഞ്ഞാണ്. എന്നിട്ട് അവൾ രാവിലെ എന്തൊക്കെയാണ് അവൾ പറഞ്ഞത്. ഷാനവാസ് പറയണത്, എനിക്ക് അതിലൊരുപാട് പ്രയാസമായിപ്പോയി നിന്നെ അങ്ങനെ പറഞ്ഞപ്പം. മറ്റുള്ളവർ വലിച്ചു കീറാനിരിക്കുന്ന സ്ഥാനത്ത് അവൾ അതിനൊരു അവസരവും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴേ, ഇവളെയാണല്ലോ ഞാൻ ഇത്രയും നാളും ഒരു പെങ്ങളെപ്പോലെ സ്നേഹിച്ചതെന്ന് ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. 2-3 ദിവസം ഉള്ളല്ലോ, കളിച്ച് ചിരിച്ച് പോകാമെന്ന് വെച്ചാണ് ഇന്നലെ ഞാൻ അതിൽ ഇടപെട്ടത്. അപ്പം ഇത് കേട്ടിട്ട് ഒനിയൻ സാബുവും അഭിലാഷും ഇരിപ്പുണ്ട്. അപ്പം അവരും പറയുന്നുണ്ട്, അനിമോളെ നീ സ്ട്രോങ് ആണ്, നീ ഇതുപോലെ തന്നെ നിന്ന് കളിക്കുക, ആരെന്ത് പറഞ്ഞാലും നീ തളരരുതെന്ന് പറയുന്നു. അപ്പം ഷാനവാസ് പറയുന്നത്, എനിക്ക് ഇവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല, ഞാനൊരു ഗെയിമറാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ അത് ഓർത്തിട്ട് കാര്യമില്ലല്ലോ എന്നോർത്താണ് ഞാൻ ഇവരുടെ ഇതിൽ ഇടപെട്ട് ഇവരെ കൊണ്ട് ഇന്നലെ രാത്രി സംസാരിപ്പിച്ച് ആ പ്രശ്നം തീർത്തത്. പക്ഷേ രാവിലെ വന്ന് അവൾ ഇങ്ങനെ കുത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി അവളോടുള്ള ആ ഒരു ഇതുപോലും എനിക്ക് വെറുപ്പായിപ്പോയി. എനിക്ക് പുച്ഛം തോന്നുന്നു എന്നോട് തന്നെ, ഇത്ര നാണം കെട്ടവളായല്ലോ എന്നോർത്ത്. അതുകൊണ്ട് അനിമോളെ നീ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കുക. അപ്പം അനിമോൾ പറയുന്നത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കുന്നത്, ദൈവം കൊടുക്കട്ടെ എന്ന് അനിമോൾ പറയുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.